ദുബായിലെ സൂര്യരശ്മി ആഡംബരത്തിന്റെ ചില്ലുഗോപുരങ്ങളിൽ തട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു. നഗരത്തിന്റെ പളപളപ്പിനുള്ളിൽ തൃശൂരിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും വന്ന സെയ്ദലവി എന്ന 35കാരൻ 5 വർഷമായി അലി അൽ വാസിം എന്ന അതിസമ്പന്നനായ അറബി വ്യവസായിയുടെ സ്വന്തം ഡ്രൈവറാണ്. അലിയുടെ ജീവിതത്തിൽ സെയ്ദലവി ഒരു ജീവനക്കാരൻ മാത്രമായിരുന്നില്ല, അയാൾ അലിയുടെ നിഴലായിരുന്നു. അലിയുടെ സ്വകാര്യ കാര്യങ്ങൾ, ബിസിനസ്സിലെ നിർണായക തീരുമാനങ്ങൾ, കുടുംബപരമായ സന്തോഷങ്ങളും ദുഃഖങ്ങളുമെല്ലാം സെയ്ദലവി അറിഞ്ഞിരുന്നു. അലി എപ്പോഴും പറയും, സെയ്ദലവി, എന്റെ രക്തബന്ധത്തിലുള്ളവരെക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് നിന്നെയാണ്. നീ ഒരു വിശ്വസ്തനാണ്, ഒരു സഹോദരനെപ്പോലെ. ആ വാക്കുകൾ സെയ്ദലവിയുടെ മനസ്സിൽ ഒരു സ്വർണ്ണനാണയം പോലെ തിളങ്ങി നിന്നു. അയാൾ ആ വിശ്വാസത്തിൽ അഭിമാനം കൊണ്ടിരുന്നു. സെയ്ദലവിയുടെ ജീവിതത്തിലെ ഏക സ്വപ്നം നാട്ടിൽ സുഖമായി ജീവിക്കുന്ന ഭാര്യ സുഹ്റയും 2 മക്കളുമായിരുന്നു. നാട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം. പണക്കാരന്റെ ബഹുമാനം, ഒരു സ്വന്തം വീട്, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം. ഇതായിരുന്നു അയാളുടെ പ്രാർത്ഥന. കിട്ടുന്ന ശമ്പളത്തിന്റെ ഓരോ അണയും നാട്ടിലേക്ക് അയച്ചു. വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും വീട് വയ്ക്കാനും ബാധ്യതകൾ തീർക്കാനും ആവശ്യമായ വലിയ തുക ഇന്നും ഒരു സ്വപ്നമായി തുടർന്നു. അപ്പോഴാണ് അലിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ആദ്യത്തെ വിള്ളൽ വീണത്. ഒരു അന്താരാഷ്ട്ര പ്രോജക്റ്റിൽ വന്ന പിഴവുകൾ കാരണം വലിയൊരു തുക പിഴയടക്കേണ്ടി വന്നു. നിയമപരമായ ചില അന്വേഷണങ്ങൾ നടന്നിരുന്നതിനാൽ അലിക്ക് തന്റെ കയ്യിലുള്ള ഭീമമായ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ പ്രതിസന്ധി താൽക്കാലികമായി മറികടക്കാൻ അലി തീരുമാനിച്ചത് തന്റെ കൊട്ടാരസദൃശമായ വീടിന്റെ താഴെയുള്ള നിലയിലെ ലൈബ്രറിയിലുള്ള രഹസ്യ അറയിൽ പണം സൂക്ഷിക്കാനാണ്. ആ അറയിൽ ഏകദേശം 100 മില്യൺ ദിർഹം, ഇന്ത്യൻ രൂപയിൽ ഏകദേശം 220 കോടി രൂപ ഉണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ആ അറയുടെ താക്കോൽ അലി ഏൽപ്പിച്ചത് മറ്റാരെയും ആയിരുന്നില്ല, സെയ്ദലവിയെയായിരുന്നു. സെയ്ദലവി, ഈ താക്കോൽ എന്റെ ജീവനാണ്. നീ ഇതാരെയും ഏൽപ്പിക്കരുത്. നിന്നെയല്ലാതെ ഞാൻ മറ്റാരെയും വിശ്വസിക്കുന്നില്ല, അലി പറഞ്ഞു. ആ താക്കോൽ സെയ്ദലവിയുടെ പോക്കറ്റിൽ ഒരു കനൽ പോലെ കിടന്നു. ഓരോ ദിവസവും അയാൾ ആ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. അതയാളുടെ മനസ്സിന്റെ സമാധാനം കെടുത്തി. 100 മില്യൺ. തന്റെ 7 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാൻ അത് മതി. ഈ പണം മോഷ്ടിച്ചാൽ താൻ നാട്ടിൽ ഒരു രാജാവാകും. അറബിക്ക് ഇത് കുറച്ച് പൈസ മാത്രം, അയാൾക്കിനിയും സമ്പാദിക്കാം. താൻ മോഷ്ടിച്ചാൽ ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല. ഈ ചിന്തകൾ അയാളുടെ ഉറക്കം കെടുത്തി. ഒരു ഭാഗത്ത് അറബിയോടുള്ള സ്നേഹവും വിശ്വാസവഞ്ചനയുടെ ഭയവും, മറുഭാഗത്ത് സുഖമായി ജീവിക്കാനുള്ള ഭാര്യയുടെയും മക്കളുടെയും മുഖം. ഈ 2 ചിന്തകളും അയാളുടെ മനസ്സിൽ കടുത്ത യുദ്ധം നടത്തി. അവസാനം ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം എന്ന ചിന്തയ്ക്ക് അയാൾ പ്രാധാന്യം നൽകി. സെയ്ദലവിക്ക് തന്റെ ഭാര്യ സുഹ്റയെ എത്രയും പെട്ടെന്ന് പണത്തിന്റെ സുഖത്തിലേക്ക് കൊണ്ടുവരണം. ആ ഒരൊറ്റ ചിന്തയിൽ അയാൾ അറബിയുടെ വിശ്വസ്തതയെ കശാപ്പു ചെയ്യാൻ തീരുമാനിച്ചു. ആ രാത്രി ദുബായ് നഗരം നിശബ്ദമായപ്പോൾ സെയ്ദലവി പതിയെ ലൈബ്രറിയിലേക്ക് നടന്നു. ഹൃദയം വലിയ ശബ്ദത്തിലിടിച്ചു. കൈകൾ വിറച്ചു. അയാൾ അറയുടെ മുന്നിൽ നിന്നു. താക്കോലിട്ട് പതുക്കെ തുറന്നു. അകത്ത് ചിട്ടയായി അടുക്കിവെച്ച നോട്ടുകെട്ടുകൾ. അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അയാൾ കയ്യിൽ കരുതിയ വലിയ ബാഗുകളിലേക്ക് തിരക്കിട്ട് പണം നിറച്ചു. അയാൾക്ക് പരമാവധി എത്ര എടുക്കാൻ പറ്റുമോ അത്രയും എടുത്തു. ബാക്കിയുള്ള പണം അവിടെ തന്നെ വെച്ച് അറ അടച്ചു. കയ്യിലെ ബാഗുകളുമായി അയാൾ വേഗം സ്വന്തം മുറിയിലെത്തി. അവിടെ നിന്ന് വിമാനത്താവളത്തിലേക്ക്. വിമാനം പറന്നുയരുമ്പോൾ താഴെ ദുബായ് നഗരം ഒരു മായാലോകം പോലെ തോന്നി. പക്ഷേ സെയ്ദലവിയുടെ മനസ്സിൽ ഭയം ഒരു ഇരുണ്ട മേഘം പോലെ നിഴലിട്ടു. താൻ ചെയ്തത് ഒരു മഹാപാപമാണ്. 2 ദിവസം കഴിഞ്ഞ് സെയ്ദലവി നാട്ടിലെത്തി. ആരും അറിയാതെ ആഴ്ചകളോളം അയാൾ ഒളിവിൽ താമസിച്ചു. പണം ചെറിയ തുകകളാക്കി പല ബാങ്കുകളിലായി നിക്ഷേപിച്ചു. അയാളുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞു. ആരും അറിയാതെ തന്നെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അയാൾ വലിയൊരു വീട് പണിയാൻ തുടങ്ങി. ഏറ്റവും നല്ല സാധനങ്ങൾ, വലിയ ജോലിക്കാർ. സുഹ്റയ്ക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുള്ള ഈ മാറ്റം അവളെ അത്ഭുതപ്പെടുത്തി. അവൾ സെയ്ദലവിയോട് പലവട്ടം ചോദിച്ചു, ഇത്രയും പണം എങ്ങനെ കിട്ടി? വല്ല ലോട്ടറിയടിച്ചോ? സെയ്ദലവി അവളെ നോക്കി ദേഷ്യപ്പെട്ടു. നീ ഒന്നും അറിയേണ്ട സുഹ്റ, ഞാൻ ഉണ്ടാക്കിയത് അനുഭവിച്ചാൽ മതി. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. സുഹ്റ ഭയന്നു. പക്ഷേ ഈ പുതിയ ജീവിതം അവൾക്കിഷ്ടപ്പെട്ടു. വില കൂടിയ സാരികൾ, സ്വർണ്ണാഭരണങ്ങൾ, അയൽക്കാരോട് കാണിക്കുന്ന അഹങ്കാരം. പണം വന്നതോടെ സുഹ്റയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. പണമാണ് ഈ ലോകത്ത് എല്ലാത്തിനും വലുതെന്ന് അവൾ വിശ്വസിച്ചു. പഴയ കൂട്ടുകാരെ ഒഴിവാക്കി. തന്റെ സൗകര്യങ്ങൾക്കായി ഭർത്താവിനോട് കൂടുതൽ പണം ചോദിച്ചു. സെയ്ദലവിക്ക് ഈ മാറ്റങ്ങൾ കാണുമ്പോൾ കുറ്റബോധം തോന്നി. താൻ മോഷ്ടിച്ച പണം തന്റെ ഭാര്യയെ മോശപ്പെട്ട ഒരു മനുഷ്യനാക്കി മാറ്റുകയാണോ? അയാൾക്ക് സംശയമുണ്ടായി. എന്നാൽ ആഡംബരത്തിന്റെ സുഖത്തിൽ ആ ചിന്തകളെ അയാൾ തട്ടിക്കളഞ്ഞു. അതേസമയം ദുബായിൽ അലി അൽ വാസിം ആകെ തകർന്നു. സെയ്ദലവി തന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് കടുത്ത വിഷാദമായി.
പണം നഷ്ടപ്പെട്ടതിനേക്കാൾ അയാളെ വേദനിപ്പിച്ചത് വിശ്വസ്തതയുടെ മരണമായിരുന്നു. ആ 100 മില്യൺ ദിർഹം അലിയുടെ കമ്പനിയെ പാപ്പരത്തത്തിലേക്ക് തള്ളിവിട്ടു. അലിക്ക് ലോകത്തിലെ ഏറ്റവും വിശ്വസ്തൻ എന്ന് കരുതിയ വ്യക്തിയാണ് തന്നെ ചതിച്ചത്. അയാൾ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. നിയമപരമായി സെയ്തലവിയെ നാട്ടിലെത്തിക്കാൻ വർഷങ്ങളെടുക്കും. അലിക്ക് അത്രയും കാത്തിരിക്കാൻ വയ്യ. താൻ അനുഭവിച്ച വേദന സെയ്തലവിയും അനുഭവിക്കണം. പക്ഷേ അലിയുടെ പ്രതികാരം വ്യത്യസ്തമായിരുന്നു. അലി തന്റെ പഴയ ബിസിനസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് സെയ്തലവി നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിച്ചു. സെയ്തലവി പുതിയ വീട് പണിയുന്നു, പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പോകുന്നു. അലിയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. സെയ്തലവിയുടെ ഏറ്റവും വലിയ ദുരാഗ്രഹത്തെ തകർക്കുക, അതാണ് അലിയുടെ ലക്ഷ്യം. അലി തന്റെ അഭിഭാഷകരെയും ഇന്ത്യയിലെ വലിയ സ്വാധീനമുള്ള സുഹൃത്തുക്കളെയും വിളിച്ചു. എനിക്ക് പണം തിരികെ വേണ്ട, അവനത് നഷ്ടപ്പെടണം. അവൻ നേടിയതെല്ലാം നഷ്ടപ്പെടണം. അവന് ലഭിച്ച സന്തോഷം നശിക്കണം, അലി പറഞ്ഞു. അലിയുടെ പ്രതികാരത്തിനുള്ള നീക്കങ്ങൾ തുടങ്ങി. ആദ്യമായി അലിയുടെ അഭിഭാഷകർ ദുബായ് പോലീസ് വഴി ഇന്ത്യൻ അധികാരികളുമായി ബന്ധപ്പെട്ടു. സെയ്തലവിക്കെതിരെ മോഷണത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനും കേസ് രജിസ്റ്റർ ചെയ്തു. അലിയുടെ ആളുകൾ സെയ്തലവി നാട്ടിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ച വ്യവസായികളെ രഹസ്യമായി ചെന്ന് കണ്ടു. സെയ്തലവി കൊണ്ടുവന്ന പണം മോഷ്ടിച്ചതാണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഈ പോലീസിന്റെ റിപ്പോർട്ടുകളും അവർക്ക് കൈമാറി. ഈ കള്ളപ്പണത്തിന്റെ പേരിൽ നിങ്ങൾക്കും നിയമപരമായ കുരുക്കുകളുണ്ടാകും, അവർ മുന്നറിയിപ്പ് നൽകി. ഭയം കാരണം ആ വ്യവസായികൾ ഉടൻ തന്നെ സെയ്തലവിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. സെയ്തലവിക്ക് എന്തു പറ്റിയെന്ന് മനസ്സിലായില്ല. തന്റെ പങ്കാളികൾ പെട്ടെന്ന് പിന്മാറാൻ കാരണമെന്താണെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. ഇതിനിടയിൽ അലിയുടെ നിയമസംഘം സെയ്തലവി പണം നിക്ഷേപിച്ച ബാങ്കുകളുമായി ബന്ധപ്പെട്ടു. യുടെ നിയമപരമായ ആവശ്യങ്ങൾ കാരണം സെയ്തലവിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. വലിയ തുകയായതുകൊണ്ടുതന്നെ ബാങ്കുകൾ നിയമപരമായ നടപടികളുമായി സഹകരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് സെയ്തലവിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ സീൽ ചെയ്തു. പുതിയ വീടിന്റെ പണി നിന്നു. വാങ്ങിക്കൂട്ടിയ വസ്തുക്കൾ നിയമക്കുരുക്കിലായി. സെയ്തലവി ഞെട്ടിപ്പോയി. അയാൾ ബാങ്കുകളിൽ ഓടി നടന്നു. പക്ഷെ ആരും സഹകരിച്ചില്ല. അയാളെ എല്ലാവരും കള്ളനെപ്പോലെ നോക്കി. നാട്ടിൽ അയാൾ ഉണ്ടാക്കിയ പ്രതാപം പൊടുന്നനെ നിലം പതിച്ചു. അയൽക്കാരും നാട്ടുകാരും അയാളെ കളിയാക്കി സംസാരിച്ചു. ആളുകൾ അയാൾക്കെതിരെ തിരിഞ്ഞു. അയാൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പുതിയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. പഴയ ഓലമേഞ്ഞ വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ സുഹ്റ സഹിക്കാനാവാതെ പൊട്ടിത്തെറിച്ചു. എല്ലാം പോയി സുഹ്റ, നമ്മൾ വീണ്ടും ദാരിദ്ര്യത്തിലായി. ആ അറബി നമ്മളെ തകർത്തു. സെയ്തലവി തളർന്നിരുന്നു. സുഹ്റയുടെ കണ്ണുകൾ ചുവന്നു. അവൾ സെയ്തലവിയുടെ കോളറിൽ പിടിച്ചുലച്ചു. നിങ്ങളൊരു കഴിവില്ലാത്തവനാണ്. കള്ളത്തരം കാണിച്ചിട്ട് അത് നിലനിർത്താൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്തിനാ മോഷ്ടിച്ചത്? ഞാൻ ഈ പണത്തിനു വേണ്ടിയാ നിങ്ങളോടൊപ്പം നിന്നത്. നിങ്ങളൊരു നല്ല ജീവിതം തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്തിനാ നിങ്ങളെന്നെ ഈ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴച്ചത്? സുഹ്റയുടെ വാക്കുകൾ സെയ്തലവിയുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. അവൾക്ക് തന്നോടുള്ള സ്നേഹം വ്യാജമായിരുന്നു. അവൾക്ക് പണത്തോടായിരുന്നു സ്നേഹം. ഈ പണം പോയപ്പോൾ അവൾക്ക് താൻ വെറുമൊരു കള്ളനായി മാത്രം മാറി. ഈ സത്യം സെയ്തലവിയെ തളർത്തിക്കളഞ്ഞു. അറബിയുടെ പ്രതികാരം എത്ര ശക്തമായിരുന്നു എന്ന് അയാൾക്കിപ്പോൾ മനസ്സിലായി. അറബി തന്റെ ഭാര്യയെ മോശക്കാരിയാക്കിയത് വേറെ ബന്ധങ്ങളുണ്ടാക്കിയല്ല. പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായി അവൾ മാറിയപ്പോൾ ആ പണം തിരിച്ചെടുത്തുകൊണ്ടായിരുന്നു. സുഹ്റയ്ക്ക് ഇനി സെയ്തലവിയോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല. അവൾ പണത്തിന്റെ സുഖം തേടിപ്പോയി. ദുരിതത്തിലായിരുന്ന സെയ്തലവിക്ക് ഒരു കത്ത് കിട്ടി. അത് ദുബായിൽ നിന്നായിരുന്നു. അലിയുടെ കൈയക്ഷരം. കത്ത് കണ്ടപ്പോൾ സെയ്തലവിയുടെ കൈകൾ വിറച്ചു. അയാൾ ആ കത്ത് തുറന്നു. അതിലെ വാക്കുകൾ പതിയെ വായിച്ചു. സെയ്തലവി, നീ എന്റെ വിശ്വാസം മോഷ്ടിച്ചു. ഞാൻ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്തോഷം തിരികെയെടുത്തു. നീ സ്വപ്നം കണ്ട ആഡംബര ജീവിതം, നീ മോഷ്ടിച്ച പണം കൊണ്ടുണ്ടാക്കിയ സന്തോഷം. നിന്റെ ഭാര്യയെ ഒരു ദുരാഗ്രഹിയായി, പണത്തിനുവേണ്ടി എന്തും ചെയ്യുന്നവളായി ചിത്രീകരിച്ചത് എന്റെ പ്രതികാരമായിരുന്നില്ല. അത് നിന്റെ ദുരാഗ്രഹമായിരുന്നു. ഞാൻ നിനക്ക് ഒരു മഹാശിക്ഷയാണ് നൽകിയത്. നിന്നെ വിശ്വസിച്ച ഒരു മനുഷ്യനെ ചതിച്ചതിന്റെ വേദന, നിനക്കുവേണ്ടി കഷ്ടപ്പെട്ടവൾ പണത്തിനുവേണ്ടി നിന്നെ ഉപേക്ഷിച്ചതിന്റെ വേദന. ഈ ലോകത്ത് പണത്തേക്കാൾ വലുത് സത്യസന്ധതയും വിശ്വാസവുമാണ്. ആ വിശ്വാസം നീ കളഞ്ഞതിന്റെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. നിന്റെ നഷ്ടപ്പെട്ട പണം ഞാൻ തിരികെ എടുക്കും. പക്ഷെ നിന്റെ നഷ്ടപ്പെട്ട സമാധാനം, അത് നിനക്ക് ഒരിക്കലും തിരികെ കിട്ടില്ല. ഇനി നിനക്ക് ഒരേയൊരു വഴിയേ ഉള്ളൂ. സത്യസന്ധനായി ജീവിക്കുക, നിന്റെ തെറ്റുകൾ തിരുത്തുക, വിശ്വസ്തതയെ വിലമതിക്കുക. വിട, പഴയ സഹോദര. അലി അൽ വാസിം. കത്ത് വായിച്ചു തീർന്ന സെയ്തലവി തറയിലിരുന്നു, പൊട്ടിക്കരഞ്ഞു. അത് നഷ്ടപ്പെട്ട പണത്തിന്റെ ദുഃഖമായിരുന്നില്ല, നഷ്ടപ്പെട്ട ആത്മബന്ധത്തിന്റെയും വിശ്വാസത്തിന്റെയും വേദനയായിരുന്നു. താൻ ചെയ്ത തെറ്റിന്റെ ഭീകരത അയാൾക്ക് പൂർണ്ണമായി മനസ്സിലായി. അറബിയുടെ പ്രതികാരം എത്രമാത്രം ധാർമ്മികമായിരുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. സുഹ്റ അവനെ ഉപേക്ഷിച്ചുപോയി. അവൾക്ക് പണമുള്ള മറ്റൊരു ലോകം തേടണമായിരുന്നു. സെയ്തലവി പൂർണ്ണമായും ഒറ്റപ്പെട്ടു.
അയാൾക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിഞ്ഞില്ല, താൻ തന്നെയാണ് ഇതിനെല്ലാം കാരണം. പഴയ ഓലപ്പുരയുടെ മൂലയിലിരുന്ന് അയാൾ പുറത്തേക്ക് നോക്കി. അറേബ്യൻ മരുഭൂമിയിലെ സ്വർണ്ണ സ്വപ്നങ്ങൾ അയാളുടെ കൺമുന്നിൽ ഒരു മരീചികയായി മാഞ്ഞുപോയിരുന്നു. അയാൾക്കൊരു സത്യം മനസ്സിലായി: പണത്തിനുവേണ്ടി വിശ്വാസം വിൽക്കുന്നവൻ സ്വന്തം ജീവിതവും വിൽക്കുന്നു. സെയ്തലവി ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങണം. മോഷ്ടിച്ചവന്റെ പശ്ചാത്താപത്തോടെ വിശ്വാസം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനായി. ഇനി പണം സമ്പാദിക്കാനല്ല, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാനാണ് അയാൾ ശ്രമിക്കേണ്ടത്. ലോകം അയാൾക്ക് നൽകിയ പാഠം കഠിനമായിരുന്നു, പക്ഷേ അത് സത്യമായിരുന്നു.